എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങളെല്ലാവരും തമ്പനെയിൽ കണ്ടതുപോലെ ഷെയർ എൻഡിങ് എന്നുള്ള ടോപ്പിക്കാണ് ഞാനിന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. എന്താണ് ഷെയർ എൻഡിങ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഷെയർ എൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ വഴി നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം ഓവറായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഷെയർ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഇന്നത്തെ കാലത്ത് അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെയാണ് നമ്മൾ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് നമുക്കെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ അത് ഓവറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ദോഷവശങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ അപ്ലോഡ് ചെയ്യാം, അവരുടെ ഡാൻസ് പ്രോഗ്രാം, അവരുടെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി അവരുടെ ഡെയിലി വ്ളോഗ്സ്, അവരുടെ ഡെയിലി റൊട്ടീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും അത് സോഷ്യൽ മീഡിയ വഴി ഓവറായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യമാണ്. അതിനാണ് നമ്മൾ ഷെയർ എൻഡിങ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പങ്കിടലെന്ന് പറയും. എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ കുട്ടി അത് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, കുട്ടിക്ക് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കുന്നുണ്ടോ, അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ, പിന്നീട് അവർ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, പിന്നെ അത് മാത്രമല്ല സമൂഹത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, ഇതൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും പേരൻസ് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം തന്നെ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് അപകടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചത് ചെയ്യണോ വേണ്ടയോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് കരുതി ഞാൻ 2-3 ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ന്യൂ ബോൺ ആ ഒരു സമയം മുതൽ തന്നെ അവർക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നു. ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ തുടങ്ങുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്രൈവസി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഏതൊരാൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, അവർക്കൊരു അവരുടെ പക്വത എത്തുന്ന സമയത്ത് അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ. ഇപ്പോൾ നമ്മൾ അവരെ ഒരു സെലിബ്രിറ്റി ആക്കുകയാണ്. ജനിക്കുമ്പോൾ തന്നെ അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങുന്നു, ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നു. അവരുടെ ഡെയിലി റുട്ടീൻ, അവരെ കുളിപ്പിക്കുന്നത്, അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കുട്ടിയുടെ പ്രൈവസി നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ജനിച്ച കുട്ടിക്ക് എന്ത് പ്രൈവസി എന്ന് ചോദിക്കുമായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ ആ ഒരു പ്രൈവസി, അവർക്ക് ജനിക്കുന്ന കുട്ടിയെ, കുഞ്ഞു കുട്ടിയായാലും മുതിർന്ന ഒരാളുടെ അതേ പ്രൈവസി അവർക്കുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, അവർ എവിടെയെങ്കിലും പോകുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പശ്ചിമ ബംഗാളിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികളുടെ മോർഫ് ചെയ്ത പിക്ചേഴ്സ് ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂസ് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു അപകടം അതിൻ്റെ പിന്നിലുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഡെയിലി നമ്മൾ അവർ രാവിലെ പോകുന്ന സമയം അവരെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടുന്ന പ്ലേസ് നമ്മൾ യൂട്യൂബ് വഴി കാണിക്കുന്നു, തിരിച്ചവർ ഇറങ്ങി വരുന്നത് കാണിക്കുന്നു, അവർ ഓരോ ടൈം കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനെ കുട്ടികളുടെ റൂട്ടീൻ, അവർ സ്കൂളിൽ പോകുന്നതും അവർ തിരിച്ചു വരുന്നതും, അവരെ കൊണ്ടാക്കുന്ന വഴി, അവർ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ അവർ കയറി പോകുന്നത്, തിരിച്ചു വരുന്ന സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കലി നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള അപകടങ്ങൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഇന്ന് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവേത് ഷെയർ ചെയ്യരുത്. അത് കുഞ്ഞുങ്ങളെ കൂടുതൽ ബാധിക്കും. ആ പശ്ചിമ ബംഗാളിലെ കേസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന, കാരണം എങ്ങനെയാണ് പുറത്തുള്ള ഒരാൾക്ക് നമ്മൾ തന്നെയാണ്
പറഞ്ഞു കൊടുക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന്. അപ്പോൾ അവർക്കൊരു വഴി നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. പിന്നെ സെലിബ്രിറ്റീസിൻ്റെ മക്കൾ അവരൊക്കെ എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ പുതിയ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ആയിട്ട് വരുന്നവരാണ്. അത് കണ്ട് നമ്മൾ അനുകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിന്, ഞാൻ അവിടെയാണ് പറഞ്ഞത് പ്രൈവസി എന്ന് പറയുന്ന കാര്യം. ഈ ജനിക്കുന്ന കുഞ്ഞിന് എന്തിനാ പ്രൈവസി എന്ന് ചോദിക്കുമെങ്കിലും ഒരു കുറച്ച് അവരുടെ ഡെയിലി കാര്യങ്ങൾ, ഇപ്പോൾ അമ്മയുടെ കൂടെ പാചകം ചെയ്യുന്നു, അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന വീഡിയോ ഇടുന്നു, കുഞ്ഞ് ടി വി കാണുന്ന വീഡിയോ ഇടുന്നു, കുഞ്ഞ് പഠിക്കുന്ന വീഡിയോ ഇടുന്നു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ എന്താ, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എന്നെ പുറത്ത് പോകുമ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ചിലർക്ക് അത് ആസ്വദിക്കാൻ കഴിയുമെങ്കിലും കുട്ടിക്ക് ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം ഒന്നാമതായിട്ട് അവരിലുണ്ടാവും. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ലൈക്ക് കുറയുക, അതിൻ്റെ ഷെയറൊക്കെ കുറയുക, ഇതൊക്കെ കുട്ടിയും ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് പിന്നീട് അവരുടെ പഠിത്തത്തെ ബാധിച്ചു തുടങ്ങും, അവരുടെ എന്താ പറയുക ജീവിതത്തെ ബാധിച്ചു തുടങ്ങും. പിന്നീട് എന്തെങ്കിലുമൊക്കെ എന്താ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും കുട്ടി പുറത്ത് പോകുമ്പോൾ കുട്ടിയെ കളിയാക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അടുത്തിടെയായിട്ട് കാണാനിടയായ ഒരു വീഡിയോ ആണ് കുഞ്ഞുങ്ങളുടെ തലയിൽ ഇങ്ങനെ മുട്ട പൊട്ടിക്കുന്ന ഒരു വീഡിയോ. ഫണ്ണി വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. പേരൻസോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ഒരുമിച്ച് നിൽക്കുകയും കുഞ്ഞിൻ്റെ തലയിലടിച്ച് മുട്ട പൊട്ടിക്കുന്ന വീഡിയോ. അവിടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് കുഞ്ഞിനെ അവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു തമാശ രൂപേണ ബാക്കിയുള്ളവർ ചിരിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. ചിലർ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്ന് പേരൻറ്റിനെ നോക്കുന്ന വീഡിയോ ഉണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ ഒരു കുഞ്ഞിനൊരു ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുമ്പോൾ കുഞ്ഞിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പീഡോഫീലിയ. എന്താണ് പീഡോഫീലിയ? പീഡോഫീലിയ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി ആയ ഒരു വ്യക്തി പ്രായപൂർത്തി ആകാത്ത വ്യക്തിയോട് തോന്നുന്ന ഒരു ലൈംഗിക ആസക്തിയാണ് പീഡോഫീലിയ എന്ന് പറയുന്നത്. ഈ ഡെയിലി വ്ളോഗ്സിലൊക്കെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളും നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹം എന്ന് പറയുന്ന സാമൂഹിക വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുഞ്ഞുങ്ങളെ വളരെയധികം ബാധിക്കും. ഇങ്ങനെ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ ബാഡ് കമൻറ്റ്സ് ഇടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചിന്ത എന്താണ്, അവരെങ്ങനെ പ്രവർത്തിക്കുന്നവരാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ അതൊക്കെ ബാധിക്കുന്നതാണ്. ഈ പീഡോഫീലിയ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ലൈംഗിക ആസക്തിയൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ, നമ്മൾ ഈ ഡെയിലി വ്ളോഗ്സ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ച് അവരെ ദുരിതത്തിലേക്ക് ആക്കരുത് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ഏറ്റവും സേഫായിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസിൽ തന്നെ നമുക്കറിയാം, പൃഥ്വിരാജ്, സുപ്രിയ, അവരവരുടെ കുഞ്ഞിനെ എന്താ പറയുക അധികം സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, അനുഷ്ക, അതൊക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവർ കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ വളരെ നല്ല കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളർന്നോട്ടെ. അവർ അപ്പോഴേ തന്നെ അവരൊരു സെലിബ്രിറ്റി, ഇപ്പോൾ അവർ സിനിമയിലൊക്കെ അഭിനയിച്ച് അവരങ്ങനെ ഒരു സെലിബ്രിറ്റി ആവുന്നത് വേറെ രീതിയാണ്. പക്ഷേ ഈ ചെറുതിലേ തന്നെ കുഞ്ഞുങ്ങളെ അവർ കുട്ടികളായിട്ട് തന്നെ വളരണം. അവർ കുട്ടികളായിട്ട് വളർന്ന് തന്നെ അവരുടെ ആ ഒരു ബാല്യകാലം അവർ ആസ്വദിക്കണം. അത് നമ്മൾ മാക്സിമം അതിൻ്റെ നല്ല ഓർമ്മകൾ നമുക്ക് ക്യാപ്ചർ ചെയ്ത് വയ്ക്കാം. പക്ഷേ നമ്മളിങ്ങനെ ഡെയിലി അവരുടെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി പങ്ക് ചെയ്യുന്നത് വഴി അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കുകയും അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യരുത്. എന്താ പറയുക, സാമൂഹിക വിരുദ്ധർ അവരെ ഒരിക്കലും ഒരു രീതിയിലും അവരെ ഉപദ്രവിക്കരുത്. നമ്മൾ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്, നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ അവരുടെ മാനസികമായിട്ട് ഇങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോസ് പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ
ചിലർക്ക് ഇഷ്ടപ്പെടാം, ചില കുഞ്ഞുങ്ങളതൊക്കെ ആസ്വദിക്കുന്നവരായിരിക്കാം. എൻ്റെ അച്ഛനും അമ്മയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും ഒരുപോലെ എല്ലാവരും പിന്നീട് ആ വീഡിയോസ് കാണുമ്പോൾ പിന്നീട് കുഞ്ഞുങ്ങൾക്കൊരു ഉൾവലിവ് അല്ലെങ്കിൽ ഒരു അപമാനഭാരം അങ്ങനെയൊക്കെ പിന്നീടുള്ള അവരുടെ വളർച്ചയെ അതൊന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ഏറ്റവും നല്ല സെക്യൂറായിട്ട് നമ്മുടെ കാര്യങ്ങളാണ് ഏറ്റവും നല്ല സുരക്ഷിതമായിട്ട് അവരിയ്ക്കട്ടെ. അപ്പോൾ അവരുടെ നല്ല നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് നമ്മൾ രഹസ്യമായിട്ട് തന്നെ വയ്ക്കുക. അത് നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാനും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനുമായിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പബ്ലിക്കിലേക്ക് കാണിക്കുക. പിന്നെ സൂക്ഷിക്കേണ്ടത്, രഹസ്യമായി സൂക്ഷിക്കേണ്ടത് അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡി അത് മാക്സിമം കുഞ്ഞുങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളും കുളിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഷെയർ എൻഡിങ്ങിലൂടെ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പീഡോഫീലിയ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ ബാധിക്കാതിരിക്കട്ടെ. അതിന് നമ്മൾ സോഷ്യൽ മീഡിയ വഴി അവരെ ഒരുപാട് അവരെ ചെയ്യരുത് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.